ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെളുത്തുള്ളി അച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണണം, സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം കേട്ടോ. അതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷനും കൂടെ സെലക്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. അച്ചാറുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 കിലോ വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇത് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് അതിലെ വെള്ളമൊക്കെ നന്നായിട്ട് തുടച്ച് വെച്ചിട്ടുള്ളതാണ്. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിപ്പമുള്ളൊരു ചട്ടിയാണ് കേട്ടോ. അപ്പോൾ അതിവിടെ സ്റ്റൗ ടോപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്കൊരു 3 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു 3 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. കരിയാതെ നല്ലോണം ശ്രദ്ധിച്ചിട്ട് തന്നെ വറുത്തെടുക്കണം. ഇപ്പോൾ ഉലുവയും കടുകൊക്കെ ഇവിടെ ഏകദേശം പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. എന്നിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി ഞാൻ ഇതേ ചട്ടിയിലോട്ട് തന്നെ ഒരു 1/2 കപ്പ് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അച്ചാറൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഏറ്റവും നല്ലത് നല്ലെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ്. കുറച്ച് സമയം എടുത്തു വെക്കാനൊക്കെ ഉള്ളതാണ് എങ്കിൽ തീർച്ചയായിട്ടും നല്ലെണ്ണയിൽ ഉണ്ടാക്കുന്നതാവും നല്ലത്. അപ്പോൾ ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ വൃത്തിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു വെളുത്തുള്ളി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഒരു പകുതി വേവാവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ഇത് വഴറ്റിയെടുക്കാൻ. തീ കൂടി കഴിഞ്ഞാൽ വെളുത്തുള്ളി പെട്ടെന്ന് തന്നെ ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ട് മാറും. അപ്പോൾ അതൊന്നും ആവാതെ ഈ ഒരു കളറിൽ തന്നെ ഇങ്ങനെ കിട്ടുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഭംഗി കാണാൻ കേട്ടോ. ഇനി നിങ്ങൾക്ക് എണ്ണയിൽ വഴറ്റിയെടുക്കണ്ട എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം ഒന്ന് ആവിയിൽ വേവിച്ചെടുത്താലും മതി കേട്ടോ. പക്ഷേ എണ്ണയിൽ വഴറ്റിയെടുക്കുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒന്നും കൂടെ കൂടുന്നത്. ഇനി ഈ ഒരു എണ്ണയിൽ തന്നെയാണ് ഞാൻ അച്ചാർ ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് നമുക്കിത് വേസ്റ്റായി പോകുന്നില്ല. മൊത്തത്തിൽ ഈ ഒരു എണ്ണയിൽ തന്നെയാണ് എല്ലാം ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ വെളുത്തുള്ളിയൊക്കെ ഇവിടെ ഒരു പകുതി വേവായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എണ്ണയിൽ നിന്ന് ഇതൊന്ന് കോരി മാറ്റാം. തീ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റിയെടുത്തുകൊണ്ട് തന്നെ എണ്ണയ്ക്ക് ഒരുപാട് ചൂടൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇത് കോരി മാറ്റിയതിന് ശേഷം തീ ഒന്ന് കൂട്ടി കൊടുക്കണം. കുറച്ച് സമയം കൂട്ടി കൊടുത്തതിന് ശേഷം ഞാൻ ഈ എണ്ണയിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് മുഴുവനും പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഞാനൊരു അത്യാവശ്യം വലിപ്പമുള്ള ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 5-6 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന ഒരു സമയത്ത് ഇതിലേക്ക് ഞാനൊരു കായത്തിൻ്റെ കഷ്ണം ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ പൊടിയാണുള്ളത് എന്നുണ്ടെങ്കിൽ അവസാനം ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ ഈ എണ്ണയിലേക്ക് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. അച്ചാറിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു കടുകും ഉലുവയും കൂടി ഉണ്ടല്ലോ, ആ ഒരു മിക്സും കൂടെ ഞാൻ ഇതിലേക്ക് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തീ നല്ലോണം കുറച്ച് വെക്കണം കേട്ടോ. എന്നിട്ട് പതുക്കെ ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം. എണ്ണയിൽ കിടന്നിട്ട് അത് മൂത്ത് വരുമ്പോഴാണ് ശരിക്കും അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. തീ കൂട്ടി കൊടുത്താൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അപ്പോൾ അതൊക്കെ നല്ലോണം ശ്രദ്ധിച്ചിട്ട് തന്നെ ചെയ്യുക. ഇപ്പോൾ മസാലപ്പൊടികളുടെ ആ പച്ചമണമൊക്കെ പോയിട്ട് ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വെളുത്തുള്ളി ഞാനിവിടെ മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് നിങ്ങൾ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവസാനം ചേർത്ത് കൊടുത്താലും മതിയിട്ട്. ഇപ്പോൾ ഞാനിതിലേക്ക് ഒരു 1.5 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അപ്പം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നല്ലോണം ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 1/2 കപ്പ് വിനാഗിരിയാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒഴിച്ച് കൊടുക്കാം. പുളിയൊക്കെ കുറച്ചുകൂടെ ഇഷ്ടമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരു 2 ടീസ്പൂണും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം.
ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവാണ് എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഉപ്പും എരിവും പുളിയും ഒക്കെ കൂടുതലുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ശർക്കര ചേർത്ത് കൊടുക്കുന്നത്. ഇനി നിങ്ങളെ കയ്യിൽ ശർക്കര ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഒന്നും ചേർത്തിട്ടില്ല, വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ വെളുത്തുള്ളി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം തണുക്കാനായിട്ട് മാറ്റി വെക്കാം. എന്നിട്ട് ഇതുപോലുള്ളൊരു ഗ്ലാസിൻ്റെ ബൗളോ അല്ലെങ്കിൽ ബോട്ടിലുകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് മാറ്റിയിട്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഒരുപാട് ദിവസം വെക്കുന്നുണ്ട് എങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുന്നതാവും കേട്ടോ നല്ലത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ട് എങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.